എന്തായാലും ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും കൂടെയുണ്ട്. തീർച്ചയായും ആ ഗുരുവായൂരപ്പന്റെ എല്ലാ കൃപാകടാശങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപദായ കൃഷ്ണപഷ്ടായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനി. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം, ജയോ കൃഷ്ണ ബലരാം. ജയോ രാധാ ശ്യാമ സുന്ദരാധാ ശ്യാമ സുന്ദരാധേ. ജയ ഗൗരനിതായ് ഗൗരനിതായ് ഗൗരനിതായ്, ജയോ ഗൗരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ഗുരുദേവ്. നിത്യ ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ. कृष्ण बलराम की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गुरु निताई की जय, वंशदत्त की जय, षड्गोसाविस की जय, गुरु परंपरा की जय. जय 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 श्री राधेश्याम. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरुवे नमः. तस्मै श्री गुरुवे नमः. तस्मै श्री गुरुवे नमः. तप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी, वृषभानुसुते देवी प्रणमामि हरिप्रिये. उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमामि. उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमामि. उग्रं वीर्यं महाविष्णुं ज्वलन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्युमूर्तिं नमामि. श्री श्री नरसिंह भगवान की जय, नरहरि की जय, भक्त प्रहलाद की जय. जय जय श्री राधेश. നമ്മൾ ആദികർത്തപ്രഭുവിന്റെ സാക്ഷാത്കാരം എന്നോട് കേട്ട് എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ ആ കടാക്ഷം, പ്രത്യേക കടാക്ഷങ്ങളും ഉണ്ടായി. തീർച്ചയായിട്ടും അതേപോലെ ഒരു സാക്ഷാത്കാരം തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമിയം എന്ന് പറയുന്നത് എനിക്ക് അക്ഷരാർത്ഥത്തില് എന്റെ ഭഗവാൻ എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം എന്നെ ദൃഢമാക്കി തന്നു എന്നുള്ളതാണ് എൻ്റെ മെനഞ്ഞാന്നത്തെ ആ ഒരു എക്സ്പീരിയൻസില്. എല്ലാവർക്കും അറിയാം, മഹാവതാർ നരസിംഹ ഭഗവാന്റെ ഇത് വന്നിട്ടുണ്ട്, സിനിമ വന്നിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമ്മൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കഥകളെല്ലാം അറിയാം. പക്ഷെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നമ്മൾ അത് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു എഫക്റ്റ് എന്നേക്കും നമ്മുടെ മനസ്സിൽ അത് പതിഞ്ഞിരിക്കും. അതുകൊണ്ട് എനിക്കെന്താ വൃന്ദാവനത്തിലും എല്ലാവരും പോയി, ബോംബെയിൽ എല്ലാവരും പോയി, അവരുടെ എല്ലാം ഫീഡ്ബാക്കും എല്ലാവരുടെ കേട്ടിട്ട് മനസ്സിലെനിക്ക് അതെങ്ങനെയെങ്കിലും കാണണമെന്നുള്ള ഒരു ചിന്തയുണ്ടായി. ഞാനത് ഇങ്ങനെ തിരക്കി അറിഞ്ഞപ്പം പാരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, എന്നിട്ട് അവിടെ ഒരു സിനിമ തിയേറ്റർ ഉണ്ട്. തിയേറ്ററിന്റെ പേര് എന്തുവാ, ആ തിയേറ്ററിൽ നടക്കുന്നുണ്ട്. അതും ഞാൻ തിരക്കുന്നത് ബുധനാഴ്ചയാണ്. പക്ഷെ വെള്ളിയാഴ്ച അതിന്റെ സിനിമയുടെ ഇത് മാറുകയും ചെയ്യും. എന്താ, നാട്ടിലുള്ളവർക്ക് അത്ര ഇതൊന്നും സീരിയസ് ആയിട്ടില്ല. അതുമല്ല, ഇതൊരു ഉൾഗ്രാമത്തിലാണ്. എന്തായാലും അത്ര അങ്ങോട്ട് ഒരു പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല, ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അറിയാതെ വന്നു. ഇതേപോലെ ക്ലാസ്സിൽ പറഞ്ഞപ്പം ക്ലാസ്സില് ആരോ എന്നോട് പറഞ്ഞത് ഇന്നടത്ത് നടക്കുന്നുണ്ട് ഈ സിനിമ, അവർ പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ഈ സിനിമ തിയേറ്ററിന്റെ പേര് കിട്ടിയത്. ആ ഒരു പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്നുള്ളതാണ്. തിരക്കിയപ്പോഴാണ് ഒരു ഭയങ്കര ഉൾഗ്രാമത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് കുറേ പോകണമെന്ന് പറഞ്ഞ് കുറേ പോകണം. പക്ഷെ പ്രഭുജി ഇവിടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകും, അങ്ങനെയൊക്കെയുള്ള ചിന്തയായി.
പക്ഷെ എനിക്കത് കണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു കൃഷ്ണ, അവിടെ റേഞ്ചിന്റെ ഒരു ചെറിയ വിഷയം കാണിക്കുന്നു. മാതാജിയുടെ തിരക്കുന്ന സമയത്ത് വ്യാഴാഴ്ച എനിക്ക് പോകണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച അത് ഷോ പോവും. പക്ഷേ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരായണി ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങനെ കുറെ പേരെ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോൺ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നു കുറഞ്ഞത് 15 പേരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ മാതാജി, നിങ്ങൾ 5-8 പേരേ ഉള്ളൂ, 8 പേരെ കൊണ്ട് ഞങ്ങൾക്ക് ഷോ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചു. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എങ്ങനെങ്കിലും ഒന്ന് കണ്ടേലേ പറ്റൂ. അങ്ങനെ എന്നോട് പറഞ്ഞു ഒരു 3:30 ആകുമ്പോഴത്തേക്ക്, വൈകുന്നേരം 3:30 ആകുമ്പോഴത്തേക്ക് ഫോൺ ചെയ്യൂ, അന്നേരം അമ്മക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ വേഗം പിന്നെ 3:30 ആയപ്പോൾ പിന്നെ ഫോൺ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ഒരു 14 പേര് വന്നിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യ്, ഒരാടെ കുറവുണ്ട്, ആ ഒരാടെ ടിക്കറ്റ് നിങ്ങൾ ആരെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷോ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമാധാനമായി. എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു 4:15 ആയപ്പോഴാണ് പോകുന്നത്. 4:15 ആകുമ്പോൾ പോയാലേ അവിടെ അത്രയും സമയത്ത് എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓരോ വണ്ടി എടുക്കാൻ ആളില്ല, അതുകൊണ്ട് ഓരോ ഓട്ടോയിലൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയത് 6 മണിയായി. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു 100 പേര് കൂടുതൽ അവിടെ ആൾക്കാരുണ്ടെന്നുള്ളത്. ഒരു കാരുണ്യം, ഭഗവാന്റെ ആ ഒരു കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നുള്ളതാ. ഒരു 3:30 മണി വരെ 14 പേരെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഒരു 100 പേര് ഒരു 6 മണിക്ക് മുമ്പട്ടേ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഷോ കാണാൻ പറ്റി. ഭഗവാന്റെ എനിക്ക് കണ്ണ് നിറഞ്ഞു പോകുന്നുള്ളത്. ആ വിഷമമായിരുന്നു. അത് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ലയോ, അല്ലെങ്കിൽ 15 പേരെ ടിക്കറ്റ് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും എന്നൊക്കെയായിരുന്നു അവർ നമ്മളെ പറഞ്ഞു ഇത് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ഏതായാലും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അത് കാണാൻ പറ്റി. ഓരോരോ സന്ദർഭങ്ങളിലും നമ്മൾ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണെന്നുള്ളത്. ഇതിൽ നിങ്ങൾക്ക് തന്നെ പലർക്കും പല പല അനുഭവങ്ങൾ ഇതേപോലെ ഉണ്ടായി കാണും. അതെല്ലാം നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ളത്. ആ ഭഗവാനെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഒരു സ്റ്റെപ്പ് എൻ്റെ അടുത്തോട്ട് വെച്ചാൽ മതി, 10 സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തുമെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കാരുണ്യവാന്റെ എല്ലാവിധ കരുണ കടാശങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യ ചരിതാമൃതത്തില് ആദി ലീലയില് 7-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത്. താണ്ഡേ ശിഖായാസ വൈഷ്ണവേരാധർമ്മ ഭാഗവതാദി ശാസ്ത്രീര യഥ ഗൂഢ മർമ്മ. താണ്ഡേ ശിഖായില്ലാ സബ് വൈഷ്ണവേരാധർമ്മ, താണ്ഡേ ശിഖായില സബ് വൈഷ്ണവേരാധർമ്മ ഭാഗവതാദി ശാസ്ത്രീര യഥ ഗൂഢ മർമ്മ. ഗൂഢമായിട്ടുള്ള മർമ്മം എന്താണ്? തീർച്ചയായിട്ടും ഭാഗവത ശാസ്ത്രമാണ്. ഭാഗവത ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അമല പുരാണമാണ് ഭാഗവതം. 17 പുരാണങ്ങളുടെയും കൂടി അന്തസ്സത്തെടുത്തിട്ടാണ് ഈ ഭാഗവതം ഉണ്ടായിരിക്കുന്നത്. വേദവ്യാസൻ എന്താണ് വേദങ്ങളെ 4 വ്യസനിപ്പിച്ചെഴുതി. പക്ഷെ എല്ലാ ദക്ഷിണ ദിക്കില്, പശ്ചിമ, അങ്ങനെ എല്ലാ 4 ദിക്കുകളിലും എന്ന് പറഞ്ഞാൽ പൂർവ്വ, പശ്ചിമ, ദക്ഷിണ, നോർത്ത്, അങ്ങനെ എല്ലാ ദിക്കിലും ഓരോ ശിഷ്യന്മാരെ അയച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഇത് പകർന്നു കൊടുക്കാം, ജ്ഞാനം പകർന്നു കൊടുക്കാം. പക്ഷെ വലിയ ഫലം ഉണ്ടായില്ല. എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? ഉപനിഷത്തുകൾ എഴുതി. ആ ഉപനിഷത്തുകൾ എഴുതി 1008 ഉപനിഷത്തുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ 108 എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും 108 ഒന്നും നമ്മുടെ ഇല്ല, കയ്യിലില്ല. ഓരോ രാജ്യക്കാരും വന്നിട്ട് നമ്മളെ ഈ ശാസ്ത്രങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ രാജ്യത്തില്ലാത്തതും അത് തന്നെയാ. പൂന്താനം എന്താ പറയുന്നത്? ഭാരതം എന്ന ആ പുണ്യദേശത്ത് ജനിക്കണമെങ്കിൽ തന്നെ നമ്മുടെ പുണ്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ജനിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ അമ്മയെയും അച്ഛനെയും ഏത് ദേശത്ത് ജനിക്കണമെന്ന് പോലും നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. പൂർവ്വജന്മത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എവിടെ നമ്മൾ ജനിക്കണം, ഏത് അമ്മയായിരിക്കണം, ഏത് അച്ഛനായിരിക്കണം. നോക്കൂ, നമുക്ക് എല്ലാ സമ്പദ് സമൃദ്ധിയും ഉണ്ട്.
പക്ഷെ എന്താണ് 4 മണിക്ക് എഴുന്നേറ്റിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ് പിന്നെ ഒരു ഭയങ്കര ഒരു ടെൻഷന്. അല്ലെങ്കിൽ പിന്നെ വീട് മീരാബായിയുടെ കൂട്ട് എന്ത് ചെയ്യേണ്ടി വരും? വീട് വിട്ട് ഇറങ്ങേണ്ടിയൊക്കെ വരും. പക്ഷെ ഭാരതീയ സ്ത്രീകൾക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്താണ്, പക്ഷേ സൈലന്റ്ലി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ ഇതിനെ അനുവദിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നത്. ആ കുടുംബക്കാരെ കൂടി നമുക്ക് പ്രാർത്ഥനയിൽ കൂടി അവരെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരേണ്ടതിന് എന്താ വേണ്ടുന്നത്? ജപം. ആ ജപം ഒന്നും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ജപം, പക്ഷെ നമ്മൾ എന്താ നാമ അപരാധം കൂടാതെ ജപം ചെയ്യണം. നമ്മളൊക്കെ എങ്ങനെയാ ജപം ചെയ്യുന്ന 100 കൂട്ടം കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടന്നോളും. നിങ്ങൾ ഈ ജപത്തില് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാല് നാമ അപരാധം കൂടാതെ ജപം ചെയ്യണം. അന്നേരം നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓരോ ബീജവും നമ്മള് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, ഈ ഓരോ ബീജങ്ങളും നമ്മള് നമ്മുടെ ചെവിയിൽ കേൾക്കണം. എന്നിട്ടാണ് അത് മനനം ചെയ്യണം. ഹേ കൃഷ്ണ ഹേ ഹേ ബലറാം ഹേ ഹേ രാം ഹേ കൃഷ്ണ ഹേ രാധാറാണി, ഞങ്ങളെയും കൂടി അങ്ങയുടെ സേവയിലേക്ക് എടുക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഈ നാമത്തിൽ കൂടി ചെയ്യുന്നത് എന്നുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു നോക്കൂ, ഭഗവാൻ രാധയുടെ ഭാവത്തിലാണ്, ഒരു ഭക്തന്റെ ഭാവത്തിലാണ് ഈ ഭൂമിയില് ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഭക്തന്റെ ഭാവത്തിൽ വന്നിരിക്കുന്നത്? ഒരു ഭക്തൻ സാക്ഷാൽ രാധാറാണിക്ക് എന്താണ് എപ്പോഴും ആനന്ദത്തിലാണ് രാധാറാണി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആനന്ദം അനുഭവപ്പെടുന്നത് എന്നുള്ള ആ ഒരു വിചാരം ഭഗവാനിൽ വന്നു എന്നുള്ളതാണ്. ഭഗവാൻ എന്ത് ചെയ്തു? കൃഷ്ണ അവതാരത്തില് എല്ലാ ലീലകളും ആടി, എല്ലാ വാത്സല്യവും നുകർന്നു. അമ്മയുടെ വാത്സല്യം യശോദാമ്മയിൽ നിന്നിട്ട് ആവോളം നുകർന്നു എന്നുള്ളതാണ്. അതേപോലെ സഖന്മാരുടെ ഗോപന്മാരിൽ നിന്നിട്ട് ഇഷ്ടംപോലെ അടിച്ചും പിടിച്ചും കളിച്ചും ചിരിച്ചും ആ ആനന്ദവും ഭഗവാൻ അനുഭവിച്ചു. അതേപോലെ ഗോപികമാരിൽ നിന്നിട്ട്, അച്ഛനിൽ നിന്നിട്ട്, നന്ദബാവയിൽ നിന്നിട്ട്, നന്ദബാവ എന്ന് പറഞ്ഞാൽ നന്ദലാലായിരുന്നു, നന്ദന്റെ ലാഡിലെയായിരുന്നു കൃഷ്ണന്. ആരുടെയല്ല ലാഡില, ഗോകുലത്തിലെ സകല ആൾക്കാരുടെ ലാഡില. ഗോകുലത്തിലെ എന്തിനു പറയുന്നു? മധുരയിൽ ഭഗവാൻ വരുന്ന സമയത്ത് മധുരാ നിവാസികൾ ശ്രീകൃഷ്ണന്റെ എല്ലാ ഗുണഗണങ്ങളും കേട്ടിട്ട് എന്ത് ചെയ്തു? ഭഗവാനാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അക്രൂരൻ മധുരയിലേക്ക്, വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് അക്രൂരൻ ആരെ കൊണ്ടുവന്നു? കൃഷ്ണ ബലറാമനെ കൊണ്ടുവന്നു. എന്തിനെ? അതൊരു ബഹാനയായിരുന്നു. ബഹാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്യമായിരുന്നു. ആ നാട്യത്തിൽ കൂടി ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? നേരിയ കംസന്റെ കൊട്ടാരത്തിൽ നിന്നും അല്ല പോയത്. നേരിയ ഒരു ഉദ്യാനത്തിൽ തങ്ങി, അവിടെ ഒരു പൂന്തോട്ടത്തിൽ, ഒരു ഗാർഡനിൽ അവിടെ തങ്ങി അന്നത്തെ ദിവസം. എന്തിനു വേണ്ടിയിട്ടാണ്? മധുരാ നിവാസികൾക്ക് ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരത്രയും കാംക്ഷിക്കുന്നുണ്ട് ഭഗവാന്റെ ആ ദർശനം. ആ ദർശനത്തിൽ കൂടി അവര് സാഫല്യമുക്തി നേടി എന്നുള്ളത് ആ ഭഗവാന്റെ ആ ഒരു രൂപത്തിൽ കൂടി അവർക്ക് ജന്മാന്തരങ്ങളായിട്ടുള്ള ആ പുണ്യം അവർ സമ്പാദിച്ചു കഴിഞ്ഞു. ഭഗവാനെ ആരെന്ത് ഇച്ഛിക്കുന്നുണ്ടോ അതെല്ലാം സാധിച്ചു കൊടുക്കും എന്നുള്ളതാ. പക്ഷെ ആ ഇച്ഛയുണ്ടല്ലോ എങ്ങനെയായിരിക്കണം? അത് സാത്വികമായിരിക്കണം. സാത്വികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും കാട്ടിക്കൂട്ടലാകരുത്. ഏത് കാര്യങ്ങളായി കഴിഞ്ഞാലും കാട്ടിക്കൂട്ടരുത്. കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഭഗവാന്, നമ്മുടെ അന്തരാത്മാവായിട്ടുള്ള ആ ഭഗവാൻ, നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാനെ, ആ ഭഗവാൻ ഉണ്ടായത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. ആ ഭഗവാനെ പണ്ടുള്ളവർ പറയും, മനസാക്ഷിയെ വഞ്ചിക്കരുതെന്ന് പറയും. നീ എന്ത് ചെയ്യുന്ന കാര്യം നിനക്ക് ഒരുപക്ഷെ ഈ ഭൂമിയിലുള്ള ആൾക്കാരെ നിനക്ക് ഒരുപക്ഷെ കണ്ണില് പൊടിയിടാൻ പറ്റും. പക്ഷെ ആ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ ഉണ്ടല്ലോ ഒരിക്കലും നമുക്ക് വഞ്ചിക്കാൻ പറ്റില്ല. എല്ലാത്തിനും സാക്ഷിയായിട്ട്, മൂകസാക്ഷിയായിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. പരമാത്മാ രൂപത്തില്, പരമാണു രൂപത്തില് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നുണ്ടേ ഓ ഭഗവാന്. നമ്മളെ അന്നേരം എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഭഗവാൻ അവിടെ കാണുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലികാലത്തിൽ എങ്ങനെയാണ്? നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഉടനെ അതിനുള്ള തിരിച്ചടി കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെയാ നമ്മുടെ ഓരോ പ്രവൃത്തികളും
നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ സാത്വികരായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വിഷ്ണു ഭക്തരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ശ്രീകൃഷ്ണ ഭക്തരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ് ആണ് നമ്മൾ. ആ ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഏറ്റവും വലിയ സ്കോളർ ആയിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബംഗാളിലുള്ള എല്ലാ പണ്ഡിതന്മാരും വഴിമാറി പോവുമായിരുന്നു. എന്തുകൊണ്ടാ? ഇദ്ദേഹത്തെ ഫേസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അത്രയ്ക്കും പണ്ഡിതനായിരുന്നു ആ ചൈതന്യ മഹാപ്രഭു. 25 വയസ്സായ സമയത്ത് തന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് മനസ്സിലായി, ഗ്രഹസ്ഥനായിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് പറ്റുന്നത്? ഈ വസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്നുള്ളതാണ്. കായാക്ഷ വസ്ത്രം എടുത്തുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ, അത് അവനെ കൊള്ളക്കാരനാവട്ടെ കള്ളക്കാരനാവട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ബഹുമാനം വരും എന്നുള്ളതാണ്. അന്നേരം മഹാപ്രഭുവിന് മനസ്സിലായി കഴിഞ്ഞു, ഈ കലിയുഗത്തിലെ ആളുകളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ അവതാരം തന്നെ എന്നുള്ളത്. പക്ഷെ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് മഹാപ്രഭു എന്ത് ചെയ്തു? തന്റെ 25-ാമത്തെ വയസ്സിൽ തന്നെ പോയിട്ട് സന്യാസം എടുക്കുക ചെയ്യുന്നത്. സന്യാസം എടുത്തതിന് ശേഷം അദ്ദേഹം പണ്ഡിതനായിരുന്നല്ലോ, മഹാപണ്ഡിതനായിരുന്നു. പക്ഷെ അദ്ദേഹം വെറും ഒരേ ഒരു നാമത്തിലാണ് ഊന്നി നിന്നിരുന്നത്. എന്താണ് ആ നാമം? കലിയുഗ ധർമ്മമാണ്. എന്താ? നാമസങ്കീർത്തനം. ആ നാമത്തിൽ കൂടി എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണഭക്തിയിലേക്ക്, കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവന്നെന്നുള്ളതാണ്. അറിയാം, പരമസത്യം ആരാണ്? കൃഷ്ണൻ തന്നെയാണ്. ആ കൃഷ്ണനിൽ നിന്ന് ഒന്നായ നിന്നയിക മൂന്നായി പിരിഞ്ഞു. ഒന്നാരാണ്? പരമസത്യമായിട്ടുള്ള ഗോലോക വൃന്ദാവനേശ്വരനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമസത്യം. ആ പരമസത്യത്തിൽ നിന്നിട്ട് ഓരോരോ ജോലിക്ക് വേണ്ടിയിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിട്ട് മാറി. ഭഗവാനിൽ നിന്ന് തന്നെ 3 പേരെ വെച്ചു. എന്തേ? സൃഷ്ടി സ്ഥിതി സംഹാരം. സൃഷ്ടി വേണമല്ലോ, എങ്കിലല്ലേ ലോകം മുന്നോട്ട് പോകാൻ നിൽക്കൂ. അതിനെ സ്ഥിതി എന്ന് പറഞ്ഞ പരിപാലനം. ആ പരിപാലനത്തിന് വേണ്ടിയിട്ട് വിഷ്ണുവായി ഭഗവാൻ മാറി. അത് കഴിഞ്ഞിട്ട് എന്തായി? എപ്പോഴും ഇങ്ങനെ ഒരാള് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൃത്യു വേണം. അതിനെന്തായി? രുദ്രനെ സംഹാരമൂർത്തിയായിട്ട് രുദ്രനും ആയി. അവിടെ ഭഗവാൻ തന്നെയായി എന്നുള്ളത്. ആ സാക്ഷാ ഗോലോക വൃന്ദാവനേശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ, മുരാരി, ഗോപാലൻ, ഗോവിന്ദൻ എന്ത് ചെയ്തു? സാക്ഷാൽ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുക. ചൈതന്യ മഹാപ്രഭുവായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. ഒരു ഭക്തന്റെ ആ ഒരു നിർമ്മല ഭാവത്തോടുകൂടി. ആ നിർമ്മല ഭാവം എന്തായിരിക്കണം? ഒരിക്കലും ഞാൻ എന്നുള്ള ഒരു ഭാവം ഉണ്ടാവാൻ പാടില്ല. ആയി തൂത്തു, ഞാൻ നീ ആ ഞാൻ നീ എന്നുള്ള ആ ഒരു ഭാവമാണ് മനുഷ്യനെ എന്തിനാ പതനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. പതനത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ ഭക്തരെ ഞാൻ ഒരിക്കലും കൈവിടിയില്ല. അതൊരു താൽക്കാലികം മാത്രമായിരിക്കും. പക്ഷെ പതനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ചിലപ്പോ ഉണ്ടല്ലോ അതിൽ നിന്നിട്ട് താപ്പോട്ട് പോയെന്നിരിക്കും. പിന്നെ മേപ്പോട്ട് കയറാൻ നമ്മൾ ഇങ്ങനെ കൈയൊന്നും കാണിക്കില്ല. സമുദ്രത്തെ മുങ്ങിത്താഴുന്ന ഒരാൾ എന്താ അവസാനം ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ കച്ചിത്തുരുമ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് രക്ഷിക്കൂ എന്ന് വിളിച്ചു കൂവും. പക്ഷെ ഒരു ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരേ ഉള്ളൂ? സാക്ഷാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. കലിയുഗ ധർമ്മം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ ഒരു മഹാമന്ത്രത്തിൽ കൂടി മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ എന്ത് വേണം? നമ്മളെ ശരിക്ക് കൈപിടിച്ചു നടത്താനെ കൊണ്ട് നമുക്കൊരു ഗുരു വേണം. ആ ഗുരുവിന്റെ ആജ്ഞകളെ അതേപോലെ അനുസരിക്കുന്നവനായിരിക്കണം തന്റെ ശിഷ്യന്മാരെ. എന്താണ് ഇവിടെ ചില ആൾക്കാരുണ്ട്, എങ്ങനെയാ? ദീക്ഷ എടുത്തതിന് ശേഷം എന്താ? തന്റെ ഇഷ്ടങ്ങളിൽ പോകുന്നു. പക്ഷെ അവർക്ക് ആ ഗുരു പറയുന്ന ഒരു കാര്യം പോലും അവര് ജീവിതത്തിൽ കൊണ്ടുവരില്ല. അതൊക്കെ മഹാ അപരാധം തന്നെയാണ്. ആ അപരാധങ്ങളിൽ നമ്മുടെ പർപ്പസ് എന്താണ്? കലികാലമാണിത്. ആ കലികാലത്തില് നമുക്ക് എന്താണ്? ഇനി ജന്മമത്തു ജരാവ്യാധി വേണ്ട. ഇനി ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ജനിക്കണ്ട. ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഞാൻ ഉഴലുവാണ്. എനിക്ക് അതുകൊണ്ട് ഈ സംസാര സാഗരേ മഗ്നേ ദീനമാം. എനിക്കതുകൊണ്ട് ഈ ദീനയാണ് ഞാന്. എനിക്കൊന്നും അറിയില്ല ഭഗവാനെ. ഞാൻ എന്താണ് ചെയ്യേണ്ടത് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് ഈ സംസാര സാഗരത്തിൽ നിന്നിട്ട് നമുക്ക് നീന്തിക്കിടക്കുവാൻ വേണ്ടിയിട്ട് ഒരു തോണിക്കാരൻ നമുക്ക് വരും.
ആ തോണിക്കാരൻ ആരാണ്? ആധ്യാത്മിക ഗുരു. ആ ഗുരുവിനെ നമ്മൾ വഞ്ചിക്കാൻ പാടില്ല. ആ ഗുരുവിനെ വഞ്ചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് ആ ഗുരുവാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ആധ്യാത്മിക ഗുരുവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ഭഗവാനിലും തികഞ്ഞ വിശ്വാസം വേണം. ഭഗവാൻ വിശ്വാസമുള്ള ഒരുവനാണെന്നുണ്ടെങ്കിൽ ഈ കലികാലത്തിൽ നമ്മളെ മഹാമായിട്ട് മോഹിപ്പിക്കും. ആ മോഹിപ്പില് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അധംപതനമാണ്. പെട്ടെന്നൊന്നും ആയിരിക്കില്ല, പക്ഷെ എവിടെയായി കഴിഞ്ഞാലും അവനൊരു അടി കിട്ടും എന്നുള്ളതാണ്. ആ അടിയിൽ ചിലപ്പോൾ അവൻ പതിച്ചു പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർമ്മ വെച്ചോണം, നമ്മുടെ ഗുരു എങ്ങനെയാണ്, ഗുരു മഹാരാജ് എങ്ങനെയാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗുരുവിന് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ തെറ്റുകളാണ് അദ്ദേഹത്തിന് പീഡയായിട്ട് വരുന്നത്. നോക്കൂലും ജയപ്രദ മഹാരാജ്, അങ്ങനെ ഗോപാലകൃഷ്ണ മഹാരാജ്, ഇവരെല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പീഡ അനുഭവിക്കുമായിരുന്നു. എന്തുകൊണ്ടാ? തന്റെ ശിഷ്യന്മാരിൽ നിന്നുണ്ടാകുന്ന ആ ഓരോരോ തെറ്റുകളും അവരാണ് സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അവർക്കാണ് പീഡയായിട്ട് അനുഭവം വരുന്നത്. പക്ഷെ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് പീഡ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവര് ക്ഷമിക്കും. പക്ഷെ ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഭഗവാൻ നോക്കൂല ജഗൈ മത്തായി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ നിത്യാനന്ദ പ്രഭു എല്ലാവർക്കും ബലരാമൻ തന്നെയാണ് നിത്യാനന്ദ പ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. ആ നിത്യാനന്ദ പ്രഭു ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ദയാനിധിയായിട്ടായിരുന്നു അദ്ദേഹം വന്നിരുന്നത് ഈ അവതാരത്തില്. അതുകൊണ്ട് എന്താ, എല്ലാവരെയും ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ വാതിലിലും ചെന്നിട്ട് മുട്ടി വിളിച്ചിട്ട് പറയുമായിരുന്നു, ചെല്ലു, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് നിങ്ങൾക്ക് 10 പൈസയുടെ ചെലവില്ല. നാവൊന്നേ വേണ്ടു ഹരിനാമ കീർത്തനം ചെല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഓരോ വീടുകളിലും മുട്ടി വിളിച്ചിട്ട് അദ്ദേഹം അങ്ങനെ പ്രചരിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വരുന്ന സമയത്ത് ജഗൈമത്ത എന്ന് പറയുന്ന നല്ല ആരാണ്? കൊള്ളക്കാര് തന്നെയാണെന്നുള്ളത്. ഇതായിട്ടുള്ള ആൾക്കാരായിരുന്നു അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ജഗായി മത്തായിയോടും പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നയിച്ചാ പോരാ. ഇനി നിങ്ങൾക്ക് കലികാലമാണ് ഇത്. ആ കലികാലത്തിന്റെ ഇനി മുന്നോട്ടുള്ള ആ പ്രയാണത്തില് നമുക്കൊരു ശകലം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും. ആ സ്ഥിതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഈ ഹരിനാമ സങ്കീർത്തനം ചെല്ലൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മന്ത്രം നിങ്ങൾ ചൊല്ലൂ എന്ന് പറഞ്ഞപ്പം ദുഷ്ടന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേൾക്കാൻ പറ്റുമോ? അവർക്ക് എന്താണ്, ആൾക്കാർ നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില ആൾക്കാർ ചെയ്യുന്നത് പോലെ കൊള്ളയടിച്ചും കട്ടും മോഷ്ടിച്ചും ജീവിക്കുന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. എന്താ ജഗായി മത്തായിക്ക് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കുടം കയ്യിൽ നിന്ന് ഒറ്റ ഒരു അടി കൊടുത്തു. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിനാണെന്നുണ്ടെങ്കിൽ ചോര വരാൻ തുടങ്ങി. തല പൊട്ടിയിട്ട് ഇവിടെ നിന്ന് പൊട്ടിയിട്ട് ചോര വരാൻ തുടങ്ങി. അത് ആരോ ചെന്ന് മഹാപ്രഭുവിനോട് പറഞ്ഞു. മഹാപ്രഭു ആ ഒരു സമയത്താണ് ഭഗവാന്റെ അവതാരം, കലിയുഗത്തിലെ അവതാരം തന്നെ. ഭഗവാൻ ഒരു ആയുധങ്ങളും ഇല്ല, ഒറ്റ ഒരു ആയുധവും ഇല്ല. ഭഗവാന്റെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രമായിരുന്നു. പക്ഷെ ദേഷ്യത്തിൽ വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജഗൈമത്തായെ ഇത് ചെയ്യാൻ, ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ദേഷ്യം കണ്ടിട്ട് എന്ത് ചെയ്തു? നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. ഭഗവാനെ, അങ്ങയുടെ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, തെറ്റുകൾ ചെയ്യുന്നവനായി കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഭഗവാനെ. അതുകൊണ്ട് അരുതേ 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ശാന്തനാക്കി എന്നുള്ളതാണ്. ഭഗവാന്റെ ഭക്തന്മാരെ മാനസികമായിട്ടായാലും ശാരീരികമായിട്ടായാലും പീഡിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും അത് ക്ഷമ കൊടുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ആ കലിയുഗ അവതാരം എന്താ, ദയാമൂർത്തിയാണ് ഭഗവാന്, ദീനന്മാരുടെ രക്ഷകനാണ് ഭഗവാന്. ആ ഭഗവാൻ പിന്നെ ജഗായിമത്തായി ആലിംഗനം ചെയ്തു. ആ ആലിംഗനത്തിൽ കൂടി അവരുടെ മനസ്സ് മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ശുദ്ധ ഭക്തരായി, ഭഗവാന്റെ ഏറ്റവും അടുത്ത അനുയായികളായിട്ട് അവർ മാറി. അവർക്ക് തന്നെ മനസ്സിലായി, ഞങ്ങൾ ചെയ്തതെല്ലാം പാപമാണ്, മഹാപാപമാണ് ഞങ്ങൾ ചെയ്തതെല്ലാം. ഭഗവാനെ, ഞങ്ങൾ ഈ പാപത്തിൽ നിന്നിട്ട് മോചിതരാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം ചെയ്യൂ,
നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ ഭക്തന്മാരുടെ സേവ ചെയ്യൂ. ഭക്തന്മാരുടെ സേവ നിങ്ങൾ ചെയ്യൂ. നമ്മൾ പറയുന്നുണ്ട്, 3 കീർത്തനത്തിലെ പറയുന്നുണ്ട്, ഭൃത്യരുടെ സേവ ചെയ്യാന്. ഭഗവാനെ ഡയറക്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് എന്ത് ക്വാളിഫിക്കേഷനാ ഭഗവാനെ ഡയറക്റ്റ് കിട്ടാനുള്ളത്? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്തന്മാരുടെ സേവ ചെയ്യുക. ഭക്തന്മാരുടെ സേവകരില് എന്ന് പറഞ്ഞാല് അത്രയും താഴോട്ട് നമ്മൾ വരണമെന്നുള്ളതാണ്. അവരുടെ സേവ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാവാമെന്ന് പറഞ്ഞു. അതേപോലെ എന്താണ് ജഗായി മത്തായി എന്ത് ചെയ്തു? അവിടെ ഒരു ധോബിഘാട്ടുണ്ടായിരുന്നു. ധോബിഘാട്ട് എന്ന് പറഞ്ഞാൽ ഈ ചായക്കാരെന്നല്ലേ പറയുന്നത്, തുണിയൊക്കെ അലക്കുന്നില്ലേ, അലക്കുകാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അലക്കുന്ന ഒരു ധോബിഘാട്ട് എന്ന് പറയുന്ന അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആരുടെ തുണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജഗായി മത്തായി അലക്കി പിന്നെ അത് വേണ്ടുന്നത് പോലെ ഉണക്കി അത് ഇസ്ത്രിയൊക്കെ ചെയ്ത് നല്ലതുപോലെ അവർക്ക് കൊണ്ടുകൊടുക്കുക. അങ്ങനെയുള്ള സേവ അത്രയ്ക്കും താഴോട്ട് വന്നിട്ട് അവർ സേവ ചെയ്തെന്നുള്ളതാണ്. നമുക്ക് വിചാരം എന്ത് വേണം, വലിയ വലിയ സേവകൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് സേവയാവത്തുള്ളന്നല്ല. അല്ല, ഭഗവാന്റെ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഗോലോക വൃന്ദാവനത്തില് ഭഗവാന്റെ സേവ എന്ന് പറഞ്ഞ ഏറ്റവും താഴേന്ന് തുടങ്ങുമെന്നുള്ളതാ ഏറ്റവും മഹത്തമായിട്ടുള്ള സേവ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പറയാനല്ലാതെ ഒന്നും ഈ കലികാലത്ത് പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളതാ നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാർ നമുക്കറിയില്ല അവര് ആരാണെന്ന്, പക്ഷെ നമുക്ക് തന്നെ അവരോട് കണ്ടില്ലേ എന്നുള്ള ആ ഒരു ഭാവം വരും. എന്താ അത്രയ്ക്കും ദീനദയാപരരായിട്ടായിരിക്കും അവരവിടെ ഇരിക്കുന്നത്. പക്ഷെ പിന്നെ നമ്മൾ അറിയുന്ന അവർ കോടീശ്വരന്മാരായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി ഏറ്റവും ഹൈ പോസ്റ്റിലിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ്. അത്രയ്ക്കും ഇതാണ് ആ ഭാവം. ഭക്തരുടെ ആ ഭാവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്നൊരു ഭാവം വരത്തില്ല, എനിക്കെന്നുള്ള ഒരു ഭാവം വരില്ല. ഞാനെന്നൊരു ഭാവം വരില്ല, എനിക്കെന്നുള്ള ഒരു ഭാവം വരില്ല. ആ ഭാവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അധംപതനമായി കഴിഞ്ഞു എന്നുള്ളതാ. ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും നമുക്കുണ്ട് എന്ത് വേണം? തികഞ്ഞ ഭക്തി വേണം, തികഞ്ഞ ഭക്തി വരണം. അതുകൊണ്ട് എന്താണ് വേദവിജ്ഞാനം, ശാസ്ത്രത്തിൽ നമ്മള് ശാസ്ത്രം നമുക്കറിയാം, അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? അതിന്റെ ഉൾപ്പൊരുള് അനായാസേന നമുക്ക് വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ശാസ്ത്രത്തിലും ഭഗവാനിലും ഉറച്ച വിശ്വാസമാണ്. കല്യാൺ ജൂലിയസ് പറയുന്ന കേട്ടില്ലയോ, വിശ്വാസം അതാണെല്ലാം. നമ്മളിപ്പം പറയും കൃഷ്ണന് ആർക്കറിയാം ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചിലരെന്ന് പറയുന്നത് ഒരു പുരാണ ഇതിഹാസങ്ങൾ എന്നാ പറയുന്നത്. എന്താണ് പറയുന്നത്? ചിലപ്പോ ഇതൊക്കെ ചുമ്മാ എഴുതിയതായിരിക്കും, ഒരു കൃഷ്ണൻ ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ആ ഒരു പാവരുത്. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ കൃഷ്ണന് ചെയ്യാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല. ഇത് വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല. 7 ദിവസം കൂണ് പോലെയാണ് ഗോവർദ്ധന പർവ്വതത്തെ തന്റെ ചെരുവിരലിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു പൊക്കിയിട്ട് ഗോപികമാർക്കും ഗോപന്മാർക്കും അമ്പാടിക്കും സംരക്ഷണം കൊടുത്തതെന്നുള്ളത്. അങ്ങനെയുള്ള ഭഗവാനല്ലേ നമ്മളെ ഇപ്പൊ സംരക്ഷിക്കുന്നത്. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും പറയാൻ പറ്റുന്ന കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ചെടികളെ ഒന്ന് നോക്കൂ. ആ ചെടികളുടെ ഓരോ ഇലകളിലും എത്ര വ്യത്യാസങ്ങളാണ്. പൂക്കൾക്ക് നമ്മൾ കൊണ്ടു ചെന്നിട്ടാണോ കളർ കൊടുത്തിരിക്കുന്നത്? പൂക്കൾ കളർ കൊടുത്തിരിക്കുന്നത് ആരാണ്? ചിന്തിച്ചു നോക്കൂ നിങ്ങള്. വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഈ വലിയ വർത്താനം പറയുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എവിടെ നിന്നാണ് വരുന്നത്? ഓരോ ആളുകൾക്കും എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് പോലും തീരുമാനിക്കുന്നത് നമ്മളാണോ? ഒറ്റ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണിത്. നമുക്ക് എന്തറിയാം? നമ്മൾ ആരാണ്? നമ്മൾ ഒന്നുമല്ല, വെറും സീറോ. 0 ഇട്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ സീറോയ്ക്ക് എന്തെങ്കിലും, പൂജ്യത്തിന് എന്തെങ്കിലും ഒരു വിലയുണ്ടോ? അതിന്റെ ലെഫ്റ്റില് 1 എന്ന് പറയുന്ന ഒരു സാധനം വന്നു കഴിഞ്ഞാലോ അതിനെ ആ സീറോയ്ക്ക് എന്തോ ഒരു വിലയാണ്. അതാണ് ആ ഒന്നാണ് ആര്? ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ്. ആ ഒന്നാണ്. ആ ഒന്ന് വന്ന സമയത്ത് എന്താ പറ്റിയത്? ആ സീറോയ്ക്കെല്ലാം വില വന്നു എന്നുള്ളതാണ്. അർജുനനെ ഭഗവാൻ നിമിത്തമാക്കിക്കൊണ്ട് കുരുക്ഷേത്ര യുദ്ധം ജയിപ്പിച്ചു എന്നുള്ളതാ. ധർമ്മയുദ്ധം ജയിക്കണമായിരുന്നു ഭഗവാന്റെ അവതാരം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ദുഷ്ടരെ നിഗ്രഹിച്ച് ശിഷ്ടരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ദുഷ്ടരെ എല്ലാം നിഗ്രഹിച്ചു. ആ തേരിൽ നിന്നിട്ട് അവസാന യുദ്ധമെല്ലാം കഴിഞ്ഞിട്ടു പറഞ്ഞു,
അർജുന തേര് നിർത്തിയിട്ട് പറഞ്ഞു, അർജുന നീ ഇറങ്ങൂന്ന് പറഞ്ഞു. അല്ല ഭഗവാനെ, ഞാൻ പിന്നെ ഇറങ്ങാം. അങ്ങ് ബഹുമാനം കൊണ്ട് പറഞ്ഞു, അങ്ങ് ആദ്യം ഇറങ്ങിയാട്ടെ എന്ന് പറഞ്ഞപ്പോ, അല്ലല്ല നീ ആദ്യം ഇറങ്ങൂന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അർജുനൻ ഇറങ്ങി, പിന്നെ ശ്രീകൃഷ്ണൻ ഇറങ്ങിയതിനു ശേഷം ആ തേരാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ചു പോവുകയാണെന്നുള്ളതാ. അവിടെയും ആരാണ്? സാക്ഷാ ശ്രീകൃഷ്ണ പരമാത്മാവെ, ആ ഗോകുല ബാലനെ, ആ ഗോകുല നന്ദനനെ, യശോദ നന്ദനനെ, ആ നന്ദലാല് നോക്കൂ. ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് യശോദാമ്മയുടെ മടി ഇരുന്നിട്ട് കുഞ്ഞു കളിക്കും, കൊഞ്ചി കൊഞ്ചി കളിക്കും എന്നുള്ളതാണ്. പക്ഷെ അതേ ഭഗവാൻ തന്നെ എവിടെയാണ്? കുരുക്ഷേത്ര യുദ്ധത്തില് ഭീഷ്മ പിതാമഹ എന്താണ് ഇച്ഛാമൃത്യു നേടിയിട്ടുള്ള ആ ഭീഷ്മ പിതാമഹരെ എങ്ങനെയാണ് സംഹരിച്ചത്? പറയുന്നുണ്ട്, പഴയ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുത്തൻ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് അവർ. ഈ ശരീരത്തിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് മതിയായി, ഈ ശരീരം ഇനി ഉപേക്ഷിക്കണം, എന്നിട്ട് അവർക്ക് പുത്തൻ വസ്ത്രം കിട്ടുന്നത് പോലെയാണ് ഭീഷ്മ ദ്രോണാദികളെ എനിക്ക് പറ്റില്ല ഭഗവാനെ എന്ന് പറഞ്ഞ സമയത്ത്, നിങ്ങൾ എല്ലാവരും ഭഗവത്ഗീത പഠിക്കുന്നതായിരിക്കും പക്ഷെ ആ ഭഗവത്ഗീതയുടെ അന്തസ്സത്ത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠിക്കണം. വെറുതെ ശ്ലോകങ്ങൾ പഠിച്ചു പോകരുത്. ജീവിതത്തിൽ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അതാണ് നമുക്ക് വേണ്ടുന്നത്. ആ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ഭക്തന്മാരാകുന്നുള്ളതാ. ജീവിതം ജീവിതം ജീവിതം. ഈ ജീവിതം എന്താണ്? എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ചു പോലും. അമ്മയുടെ ഗർഭപാത്രത്തില് ഗർഭവാസാദി ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ അവിടെ കിടന്നോണ്ട് നമ്മൾ പറയും, ഭഗവാനെ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല, ഒരു തെറ്റും ചെയ്യില്ല പറയും. കൂപ്പിപ്പിടിച്ച് ഭഗവാനോട് വീണ് കേണ് പറയും, ഭഗവാനെ ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. പക്ഷേ ഇങ്ങോട്ട് വെളിയിൽ വന്നു കഴിഞ്ഞാലോ, പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നു കഴിഞ്ഞാല് എന്താണ്? പൂരായണ പൂരായണ എന്നുള്ള കാര്യമാണ് എന്ന് പറയുന്നത് പോലെ. പിന്നെയോ എന്തെല്ലാം എന്തെല്ലാം. ബാല്യം വന്നു നമുക്ക്, കൗമാരം വന്നു നമുക്ക്, യൗവനം വന്നു. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടാണ്, നമ്മൾ ഇച്ഛിച്ചിട്ടാണോ വരുന്നത്? ഈ കാര്യങ്ങളെല്ലാം എല്ലാം ഓട്ടോമാറ്റിക് നടക്കുന്നതാ അല്ലേ? ഒന്ന് ആലോചിച്ചു പോലും. എല്ലാം ഓട്ടോമാറ്റിക് നടന്ന അവസാനം നമ്മൾ വാർത്തിക സഹജമായി വൃദ്ധന്മാരായി. നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നമ്മളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജരാനര വേണ്ടാന്ന് പറയാം, പറ്റുമോ? അമൃത് സേവിച്ചോളൂ. അമൃത് സേവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ജരാനര ബാധിക്കില്ല. ജരാനര ബാധിച്ചില്ല. അമൃത് സേവിച്ച ദേവന്മാർക്ക് എന്താ ടെൻഷൻ ഇല്ലേ? കൂടെ കൂടെ അവരെ അസുരന്മാർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവരെ സ്വർഗലോകത്തുനിന്ന് പറഞ്ഞു വിടും. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചൊളിച്ച് കഴിയേണ്ടി വരും. പിന്നെ വൈകുണ്ഠത്തിൽ ചെന്നിട്ട് വിഷ്ണു ഭഗവാനെ സ്തുതിച്ചിട്ട് ആ സ്തുതി കൂടി ഭഗവാനാണെന്നുണ്ടെങ്കിൽ പ്രസാദിക്കും. പ്രസാദിച്ചു കഴിഞ്ഞിട്ട് ഇവരുടെ ദുഃഖങ്ങള് ഒന്നല്ലെങ്കിൽ എത്രയോ തവണ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന ഒരു ഇന്ദ്രനെ രക്ഷിച്ച് എത്രയോ കഥകളാണ്, സ്വർഗലോകം രക്ഷിച്ച് എത്രയോ കഥകളാണ് കേൾക്കുന്നത്. അവർക്കും എന്താ ടെൻഷൻ ഇല്ലാത്തവരാണോ? അല്ല, തീർച്ചയായിട്ടും അവർക്കും ടെൻഷനുണ്ട്. ജീവിതമല്ലേ, ജീവിതത്തിൽ പല പല ടെൻഷനുകളും ഉണ്ട്. പക്ഷെ ആ ടെൻഷനുകളെല്ലാം നമുക്ക് ഭഗവാന് ദൃഢവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഒഴിഞ്ഞൊഴിഞ്ഞു പൊക്കോളും. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പകുതി എന്താണ്? വിശ്വാസം. പകുതി വിശ്വാസമേ ഉള്ളൂ, പകുതി എന്റെയാ. ആ എന്റെ എന്നുള്ളത് സമർപ്പിക്കൂ. ഗോപികമാരെന്താ ചെയ്തത്? പുണ്യകാളിന്തിയില്ലാടകേളില്ലാതെ പെണ്ണുങ്ങൾ എന്തിനായി വന്നിറങ്ങി, വന്നെന്റെ ചാരത്ത് കൈക്കൂപ്പി നിൽക്കുക സുന്ദരിമാരെ ഞാൻ ആട നൽകാം. കാർത്യായനി വ്രതം എടുത്തിട്ട് 1 മാസം കാർത്യായനി വ്രതം എടുത്തു. ആ വ്രതം എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്ദലാലിന്റെ ഞങ്ങളുടെ പതിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നന്ദഗോപസുതം ദേവി പതിമേ വിശുരുമേ. ആ പതിയായിട്ട് നന്ദഗോപനെ, ലാലിനെ, നന്ദലാൽ എന്ന് പറഞ്ഞ കൃഷ്ണനെ, ആ കൃഷ്ണനെ, നന്ദസൂതനെ ഞങ്ങൾക്ക് പതിയായിട്ട് കിട്ടണമേ എന്നുള്ള ആ പ്രാർത്ഥനയിലാണ് അവര് ഡിസംബറിലെ ആ മഞ്ഞ് കോരിച്ചൊരിയുന്ന ആ തണുപ്പിലാണെന്നുണ്ടെങ്കിൽ യമുനയിൽ ഇറങ്ങിയിട്ട്, അതിരാവിലെ യമുനയിൽ ഇറങ്ങിയിട്ട് അവർ കുളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കാർത്യായനി ദേവിയെ പൂജിക്കുന്നു. ആ കാർത്യായനി ദേവിയുടെ അനുഗ്രഹം, കാർത്യായനി ദേവി പാർവതി ദേവി, ശിവപാർവതിമാരാണല്ലോ നമുക്ക് ദാമ്പത്യത്തിന്റെ ഇത് തന്നെ കാണുന്നത്. ആ ദേവിയോട് പൂജിച്ചിട്ട് അവസാന സമയത്ത് 30ാമത്തെ ദിവസം വന്നപ്പം എന്ത് ചെയ്തു? നന്ദലാൽ എന്ത് ചെയ്യുന്നത്? ആ ഗോവിന്ദൻ എന്താണ് ചെയ്തത്? ആ ഗോപാലൻ എന്താണ്? ഇവരുടെ എല്ലാ ആടകൾ അപകരിച്ചിട്ട് ഓടക്കുള്ളിലിരുന്ന് വായിക്കാൻ തുടങ്ങി. പക്ഷേ
എന്ത് ചെയ്യും? വെള്ളത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല. ആ ഒരു സ്ഥിതിയിലാണ് അവര്. ശരീരബോധികളാണ് അവര്. ശരീരബോധം കൊണ്ട് അവർക്ക് കരയിൽ കയറാൻ പറ്റുന്നില്ല. പക്ഷെ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ഭഗവാന്റെ എന്ത് പറഞ്ഞു? ഞങ്ങൾ നന്ദബാബയോട് എന്ന് പറയാം. ഓ, ചെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അച്ഛനോട് എന്ന് പറയുമെന്ന് പറഞ്ഞു. പക്ഷെ ചെന്ന് പറഞ്ഞോളൂ പറഞ്ഞു. എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും കൃഷ്ണൻ അവർക്ക് ആടകൾ കൊടുത്തില്ല. പക്ഷെ എന്താണ് അവരെ ഇതിൽ നിന്നിട്ട് പഠിപ്പിച്ചതെന്നറിയാമോ? ശരണാഗതി. ആര് ഭഗവാനെ ശരണം പ്രാപിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടുക തന്നെ ചെയ്യും. ആ ഗോപികമാരുടെ അവസാന സമയത്ത് അവരെല്ലാം വിട്ടെറിഞ്ഞു. ശരീരഭാവം അവരിൽ നിന്നിട്ട് അകന്നുപോയി. അങ്ങനെ വന്നിട്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ വന്നിട്ട് ശരണം പ്രാപിച്ച സമയത്ത് എന്ത് ചെയ്തു? ഭഗവാനെ അവരെ അനുഗ്രഹിച്ചു. എന്താ അനുഗ്രഹിച്ച്? നിങ്ങളുടെ മനോകാമന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഞാനത് സാധിച്ച് തന്നിരിക്കുമെന്നുള്ള ആ ഒരു അനുഗ്രഹം അവർക്ക് കൊടുത്തു എന്നുള്ളതാ ഭഗവാന്. അങ്ങനെ ആ അനുഗ്രഹത്തിൽ എന്ത് ചെയ്തു? അവരുടെ മനോകാമനയെല്ലാം പൂർണ്ണമായി. അതായത് അതിന്റെ അർത്ഥം നമ്മൾ എന്താണ്? നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കണം. നമ്മളെ തന്നെ ഭഗവാൻ സമർപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ജപിച്ചോളൂ നിങ്ങളെ. പക്ഷെ നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളെ ചെയ്തിരിക്കണം. എന്താണ് അർജുനനോട് ഭഗവാൻ എന്താ പറയുന്നത്? കർമ്മഫലേച്ഛയില്ലാതെ നീ നിന്റെ കർമ്മങ്ങൾ ചെയ്യൂ, തീർച്ചയായിട്ടും നിന്റെ കൂടെ ഞാൻ കാണും. നമുക്ക് എന്താ വീട്ടിലെ ജോലികളൊന്നും ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ജപിച്ചോണ്ടിരിക്കുക, എന്നെ വിളിക്കരുത്, അങ്ങനല്ല. എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് ചെയ്യൂ. തീർച്ചയായിട്ടും ഇപ്പൊ ഭർത്താവായാലും കുട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാലും കുടുംബമായി കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ തന്നെ നമ്മളെ ഗൃഹസ്ഥനായിട്ട് ഭഗവാൻ ജീവിച്ച് കാണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഗ്രഹത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു പീഡ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു വഴക്കുണ്ടാകാൻ അല്ല ഭഗവാൻ ശ്രമിച്ചത്. ഭഗവാൻ എത്ര കഷ്ടപ്പാടുകൾ വന്നെന്നറിയാമോ? സാമ്പൻ എന്ന് പറയുന്നത് യദുകുലത്തിന്റെ നാശത്തിനായിട്ട് വന്നവനായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ സാമ്പനെ പോലും ആണെന്നുണ്ടെങ്കിൽ ഭഗവാനെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തോരം യാതനകൾ അനുഭവിച്ചെന്നറിയാമോ? രാധാറാണിയും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനും എന്നുള്ളതാണ്. അത് ഓരോ സ്റ്റെപ്പും നമുക്ക് ഗ്രഹത്തിൽ അസംതൃപ്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കരുത്. നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ മനസ്സാലെ പറഞ്ഞുകൊണ്ടേ ഭഗവാനെ അങ്ങല്ലാതെ ഞങ്ങൾക്കൊരാശ്രയമില്ല, എല്ലാം അങ്ങയിൽ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. ആ സമർപ്പണം കൊണ്ട് ഭഗവാനെ ഗോപികമാരെ എങ്ങനെ അനുഗ്രഹിച്ചു? തീർച്ചയായിട്ടും അങ്ങനെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂടെ തന്നെ ഭക്തിയിൽ വരും. ഞാനിപ്പം പറഞ്ഞത് എന്താണ്? എല്ലാ വേദപൊരുളും നമുക്ക് അനായാസേന നമുക്ക് എപ്പോഴേ ഭഗവാനിലും ആധ്യാത്മിക ഗുരുവിലും പൂർണ്ണമായിട്ടുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലും നിങ്ങൾ ഭക്തി ചെയ്യുന്നതിന് കാണിപ്പിക്കരുത്, അങ്ങനെയുള്ള ആവരുത്. വേറെ ഉള്ളവർ ഞാൻ ഭക്തനാണ്, ഒരു ചന്ദനക്കുറി ഇട്ടു അല്ലെന്നുണ്ടെങ്കിൽ എന്നും അമ്പലത്തിൽ പോയി എന്ന് പറയും. പക്ഷെ ഭക്തനാവണമെന്നുണ്ടെങ്കിൽ ചന്ദനക്കുറിയുടെ ആവശ്യമില്ല. പിന്നെ അമ്പലത്തിൽ പോകണ്ട, ഞാൻ പറയുന്നില്ല, കോമണാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ പോന്നു. ഇതെല്ലാം എന്തുവാണ്? ഒരു സ്റ്റാർട്ടിങ്. നമുക്ക് ആ ഭക്തിയുടെ ആ ഒരു മാർഗത്തിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാർഗമാണ്. പിന്നെ നോക്കൂ, അങ്ങോട്ട് ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹിമാലയത്തിലൊക്കെ എത്രയോ ഋഷിവര്യന്മാരാണ് ഇരുന്ന് തപസ് ചെയ്യുന്നതെന്നറിയാമോ? ആ തപസ്സികൾക്ക് ഒരു വിളക്കും ഇല്ല, ഒരു ഫോട്ടോയും ഇല്ല, ഒന്നുമില്ല. സാക്ഷാൽ ഭഗവാൻ എവിടെയാണുള്ളത്? അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളതാ. ആ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ടാണ് ആ ഭഗവാനെ അവര് അനായാസേന പ്രാപിക്കുന്നു എന്നുള്ളതാ. എന്തിനെ? നമ്മുടെ നാരായണീയം എഴുതിയ പട്ടതിരിപ്പാട് നോക്കൂ, എന്തെല്ലാം കഷ്ടപ്പാട് അദ്ദേഹത്തിന് വന്നത്. എഴുതാൻ പറ്റുന്നില്ലായിരുന്നു, പറഞ്ഞു കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. മാതൃദത്തൻ എന്ന് പറയുന്ന തന്റെ സഹോദരനാണ് എല്ലാം എഴുതിയത് എന്നുള്ളതാ. എന്നിട്ടും അദ്ദേഹത്തിനുണ്ടല്ലോ ഞാൻ എന്നൊരു ഭാവം, ഞാൻ ഒരു സംസ്കൃത പണ്ഡിതനാണെന്നുള്ള ആ ഒരു ഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഭാവത്തെ നിശേഷം തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പൂന്താനം ജ്ഞാനപ്പാന എഴുതിയ സമയത്ത് അതിനെ ഒന്ന് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭട്ടതിരിപ്പാടിന്റെ കൈ കൊടുത്തു. ഭട്ടതിരിപ്പാടിന് ഇത് മലയാളമല്ലേ, പൂന്താനം ഒരു കാര്യം ചെയ്തോളൂ, വേറെ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് ഇതിനെ കറക്ഷൻ ചെയ്യിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. അതേ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ വാതരോഗ ശമനമൊക്കെ ആയതായിരുന്നു. പക്ഷേ വാതരോഗം കൂടിയതിനു ശേഷം അശരീരി ഉണ്ടായി. എന്തേ ഭട്ടതിരിപ്പാടെ, നിന്റെ പാണ്ഡിത്യത്തെക്കാളും എനിക്കിഷ്ടം പൂന്താനത്തിന്റെ നിർമ്മലമായിട്ടുള്ള ഭക്തിയാണ്. നിർമ്മല ഭക്തി, അണ്ടർലൈൻ ദ വേർഡ് നിർമ്മലം.
ആ നിർമ്മല ഭക്തിയാണ് എനിക്കിഷ്ടം. അല്ലാതെ കാട്ടിക്കൂട്ടുന്ന ഭക്തി ആയിരിക്കരുത്, കാട്ടിക്കൂട്ടുന്ന സേവയായിരിക്കരുത്. ആ സേവാഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളാലെ വരുന്നതായിരിക്കും. നമുക്ക് ആ സേവാഭാവം അത് കറക്റ്റിനല്ല നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും അത് നമുക്ക് സങ്കടമായിരിക്കും. ആ സങ്കടത്തിൽ നിന്നിട്ട് മോചനമാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ തിരുനാമങ്ങളിൽ കൂടുതൽ ചെയ്യുക. എന്നിട്ട് സേവാഭാവം ഒരിക്കലും ഉപേക്ഷിക്കാതെ നമ്മൾ ആ സേവാഭാവത്തിൽ മുന്നോട്ട് വളരെ കറക്റ്റിന് കൂടുതൽ സേവ ചെയ്യാനുള്ള ആ ഒരു ഭാവം എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, നിർമ്മല ഭക്തി ആയിരിക്കണം. കാട്ടിക്കൂട്ടുന്ന ഭക്തി ഒരിക്കലും ആവരുത്. നരോത്തമ ഠാക്കൂർ നമ്മളെ ഉപദേശിക്കുന്നു സാധുശാസ്ത്ര ഗുരുവാക്യ. സാധു നമുക്ക് ഋഷിവര്യന്മാർ എത്രയോ ഗ്രന്ഥങ്ങളാണ് തന്നിരിക്കുന്നത്. വേണ്ട പ്രഭുപാദ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ മരണശയ്യെ കിടക്കുക. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ഒരു ശകലം സഹിക്കുന്നില്ല. അദ്ദേഹം ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള ആ ഒരു സങ്കടത്തില് അതുകൊണ്ട് എന്താ പ്രഭുപാദരുടെ ആത്മാവിനങ്ങോട്ടും പ്രയാണം തുടങ്ങാൻ പറ്റുന്നില്ല. എന്താ ഇവിടെ പീഡ അനുഭവിക്കുക. ഇത്ര ശിഷ്യന്മാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഭുപാദ് പോവല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രഭുപാദ് സ്വയം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ഞാൻ ഈ ലോകത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. എന്റെ ഭൗതിക ശരീരം മാത്രമേ പോകുന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടാ? ഞാൻ എഴുതിയിരിക്കുന്ന ബുക്കുകളുണ്ട്. ആ ബുക്കുകളിൽ കൂടി ഞാൻ ജീവിക്കുന്നു. ദിവസം നിങ്ങൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആ ബുക്കുകള് നിങ്ങൾ അധ്യയനം ചെയ്യൂ. ആ ബുക്കിൽ കൂടി ഞാനുണ്ടല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്നാ ചോദിച്ചത്. അങ്ങനെ ശീലപ്രഭാവം നമുക്ക് തന്നിട്ടുണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങളൊരു വൈഷ്ണവനാണ് അല്ലെന്നുണ്ടെങ്കിൽ ആധ്യാത്മിക ഗുരുവിന്റെ ശിക്ഷണത്തിൽ നിങ്ങളൊരു മുന്നോട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോലോക വൃന്ദാവനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ ഉറപ്പാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ എന്താണ്, അവര് പറഞ്ഞതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ ഒരു ചീറ്റർ ആയിരിക്കരുത്. നമ്മളൊരു ചീറ്റർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നവരാവരുത്. ദുനിയായെ കാണിക്കാൻ വേണ്ടിയിട്ട്, മാലോകരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒന്നും ചെയ്യരുത്. ഗുരുശിഷ്യ പരമ്പരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അന്നേരം ആ ഗുരുശിഷ്യ പരമ്പരയില് എന്തൊക്കെ അനുശാസിക്കുന്നുണ്ടോ അതിനും അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. നരോത്തമദാസ് ഠാക്കൂർ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കൂ. ആ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി ബുക്ക് തന്നെ ഉണ്ടെന്നുള്ളത്. നരോത്തമദാസിന്റെ ബയോഗ്രഫി ഉണ്ട്. എന്താണ് നരോത്തമദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുപോലും രാജാവിന്റെ മകനായിരുന്നു, വലിയ ലാൻഡ് ലോർഡിന്റെ മകനായിരുന്നു, രാജാവിന്റെ മകനായിരുന്നു. പക്ഷെ എല്ലാം വിട്ടെറിഞ്ഞിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഒക്കെ പോയി അപ്പോഴത്തേക്ക്. എന്നാലും അവരുടെ ശിഷ്യഗണങ്ങളുടെ ആശ്രയത്തിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ജീവിതം എത്രയോ ധന്യമാക്കി. അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാജാവായിട്ടിരിക്കുന്ന എത്രയോ രാജാക്കന്മാർ വന്നു പോയി. ആരുടെയെങ്കിലും പേര് നമുക്കറിയാമോ? ഇല്ല. വൈഷ്ണവരുടെ ആ ആചാര്യന്മാരിലാണെന്നുണ്ടെങ്കിൽ നരോത്തമ ഠാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും അദ്ദേഹം ഇതിന്റെ ഒരമ്പലം ഉണ്ടാക്കി. ആ അമ്പലം ഉണ്ടാക്കിയ സമയത്താണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോവുക. അമ്പലം ഉണ്ടാക്കിയ സമയത്താണെന്നുണ്ടെങ്കിലും 3 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു ഇങ്ങനെ പ്രതിഷ്ഠാദിനത്തെ. പക്ഷേ ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു, പഞ്ചതത്വങ്ങൾ സകല ആൾക്കാരും അവിടെ വന്നു. ഷഡ്ഗോസാവീസ് എല്ലാവരും അവരുടെ ഭൗതികമായിട്ടുള്ള ആ പ്രസൻസ് അവിടെ കാണിച്ചു എന്നുള്ളതായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുപോലും. അത്രയ്ക്കും അതിഭക്തനായിരുന്നു. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞു വെച്ചിരിക്കുമായിരുന്നു. ആ ജീവിതം സമർപ്പണമായിരുന്നു അദ്ദേഹത്തിന് എന്നുള്ളതാ. അങ്ങനെ എത്രയോ ആചാര്യന്മാര് നമ്മുടെ ഇതിലുണ്ട്. അദ്ദേഹമാണ് നരോത്തമ ഠാക്കൂറാണ് നമ്മൾ പറഞ്ഞ ശാസ്ത്രം. തീർച്ചയായിട്ടും നമ്മൾ ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രത്തിൽ കൂടി മാത്രമേ നമുക്ക് വേദവിജ്ഞാനത്തിന്റെ ഉൾപ്പരുകള് നമുക്ക് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അനായാസേന ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ആ ഒരു കൃപയുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്നിട്ട് വ്യാസാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവരുടെ ചിന്തകൾ പരിശുദ്ധമാണെന്നുണ്ടെങ്കിൽ, അവര് പരിശുദ്ധരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാക്കിന് തപ്പിത്തടയേണ്ട ആവശ്യമേ വരില്ല എന്നുള്ളതാ. ഓട്ടോമാറ്റിക് ഇങ്ങനെ അനായാസേന നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എന്താണ്? ഗുരു, ശാസ്ത്രം, ഗുരു. അതേപോലെ തന്നെ വേറെ എന്താണുള്ളത്? ഗുരുവാക്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയെ കരിയായിക്കാം. ആത്മീയ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധു, ശാസ്ത്രം, ഗുരു.
സാധു എത്രയോ മഹർഷിമാരുടെ ആ ഒരു പുണ്യ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ കലികാലമല്ലേ നടക്കുന്നത്. പക്ഷെ ഈ മഹാത്മാന്മാരുടെ ഋഷിവര്യന്മാരുടെ ആ തപസ്സാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. യുദ്ധത്തിന്റെ ആ ഒരു വക്കിൽ വരെ എത്തുന്നു, പക്ഷെ യുദ്ധം നടക്കുന്നില്ല. എത്രയോ പിന്നെ ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ, ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാർ എന്തെല്ലാം ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ മുക്തി നേടുന്നത് എന്താണ്? ഈ ഭാരതഭൂമിയായിട്ടാണ്. ഭാരതഭൂമിക്കായി കഴിഞ്ഞാലും ഭൂമിദേവിക്കായാലും ശകനശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്താ ചെയ്യുന്നത്? ഭൂമിയെ തന്നെ നശിപ്പിക്കുകയല്ലേ, പ്രകൃതിയെ തന്നെ നശിപ്പിക്കുക ചെയ്യുന്നത്. ഒരു മലയുണ്ടോ ഇപ്പം? എല്ലാം ഇടിച്ചു നിർത്തുക. അങ്ങനെ എന്തെല്ലാം പാറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാറലോബികൾ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ പാറയെല്ലാം പൊട്ടിക്കും. ഭൂമിയുടെ ആ ഒരു സന്തുലനാവസ്ഥ തന്നെ ഇവരല്ലേ ഈ പൈസ ഉണ്ടാക്കിയിട്ട് എവിടെയാ കൊണ്ടുപോകുന്നേ? എന്താ അധ്വാനിക്കാതെ പൈസ അച്ഛന്മാരുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ആ പൈസയിൽ ഒരു വിലയും ഉണ്ടാവത്തില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യും? അതിനെ നശിപ്പിക്കും. അവർക്ക് അധ്വാനിച്ച് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര വേദന ഉണ്ടായിട്ടുണ്ടാണ് ഞാൻ ഈ ഓരോ പൈസയും പൈസയും ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സമാഹരിച്ചതെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടുള്ളത് ബോംബെ പോലുള്ള മഹാപട്ടണങ്ങളിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത്? 12th ആവുന്ന സമയത്തേക്ക് അവർ 12th കഴിഞ്ഞു, അവരുടെ ആ വെക്കേഷൻ ആയ സമയത്ത് തന്നെ അവർ ജോലി കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ആ ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് ചിലപ്പം വളരെ ചെറിയ ഒരു ജോലിയായിരിക്കും. അച്ഛനും അമ്മയും നല്ല ജോലിക്കാരായിരിക്കും, നല്ല വീട്ടിൽ നല്ല സെറ്റപ്പ് ഉള്ളവരായിരിക്കും. പക്ഷെ ആ കുട്ടികളുണ്ടല്ലോ, പിന്നെ അവർ അച്ഛന്റെ അമ്മയുടെ ആശ്രയത്തിൽ നിൽക്കില്ല എന്നുള്ളത്. അവരെന്നിട്ട് എന്താ ചെയ്യുന്നത്? ഡിഗ്രി ആവുമ്പോഴത്തേക്ക് അടുത്ത റിസൾട്ട് വന്നു, അപ്പോഴത്തേക്ക് അവന്റെ ഈ പൈസ ആയി കഴിഞ്ഞു. പിന്നെ അവർ ആ ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ കോളേജിൽ എന്നൊക്കെ പറഞ്ഞാൽ ഉച്ചവരെയൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ ആ ജോലി തുടർന്നുകൊണ്ട് തന്നെ, അത് ഫോറിൻ കൺട്രികളിലും എല്ലാം ഇങ്ങനെ തന്നെയാണെന്നുള്ളത്. ജോലി തുടർന്നുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പഠിക്കും. അതേസമയം നമ്മുടെ കേരളത്തിലോ ഒന്ന് ആലോചിച്ച് നോക്കൂലും, കേരളത്തില് എത്ര പാവപ്പെട്ടവനായി കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ എന്താ ചെയ്യുന്നത്? എന്റെ കണ്ണിൽ കാണുന്നുണ്ടെന്നുള്ളതാ. വീട്ടിൽ ഒന്നും കാണില്ല. അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴത്തെ നിലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഒരു ബൈക്കും ഒരു മൊബൈലും അവന് വേണമെന്ന് പറഞ്ഞാൽ വേണം. ഇവരെന്ത് ചെയ്യും? ലോൺ എടുത്തു അങ്ങനെയെങ്കിലും ഇത് ചെയ്യും. ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ പൈസയുടെ വില അറിയാത്ത കുഞ്ഞ് കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ണുനീരോടുകൂടി നോക്കിയിരിക്കേണ്ട ആ ഒരു ഗതികേട് എനിക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ്. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാൻ പറ്റത്തില്ല. അസുരന്മാരുടെ ഒരു കേന്ദ്രമായിട്ടാണ് കേരളം മാറിയിരിക്കുന്നത്. ഇപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് കണ്ണടച്ച് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരെ ഇതിനകത്തെല്ലാം കൊണ്ടുവരിക. അവരോട് തീർച്ചയായിട്ടും പറയണം, സാധു ശാസ്ത്രം ഗുരു. ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് നമുക്കൊരു ചിന്ത വരും. എന്ത് ചിന്തയാ വരുന്നത്? നമുക്ക് ഒരു ഗുരു വേണം. ആ ഗുരുമുഖത്തിൽ നിന്നിട്ട് പിന്നെ ഗുരുമുഖ പത്മാവാക്യ, ഗുരുമുഖത്തിൽ നിന്നിട്ട് വേണം നമ്മളെ പിന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ശ്രവിക്കാൻ വേണ്ടിയിട്ട്. ആ ഗുരുവിന്റെ പാത നമ്മൾ പിന്തുടരണം. ഗുരുവിനെ ഒരിക്കലും ചതിക്കരുത്. ഗുരുവിനെ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ അനുഭവങ്ങൾ, എത്രയോ ഭക്തന്മാരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു? ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാമസങ്കീർത്തനത്തിൽ മാത്രമായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതില് അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ലക്ഷക്കണക്കിന് ശിഷ്യന്മാരില് ഏറ്റവും അടുത്ത ഒരു ശിഷ്യനാണ്, അദ്ദേഹത്തിന്റെ പേര് ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പറയുന്നില്ല, കൂടെ ഞാൻ നാമസങ്കീർത്തനം ചെയ്യുന്ന ഇസ്കോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതെല്ലാം അങ്ങ് മാറിപ്പോയിക്കൊണ്ടിരിക്കുക. കാലത്തിന്റെ ആ ഗതിയിലായിരിക്കും. ഒരു സൈഡില് മാതാജിമാരിയിരിക്കും, വേറൊരു സൈഡില് പ്രഭുജിമാരിയിരിക്കും എന്നുള്ളതാണ്. ആ മാതാജിമാരും പ്രഭുജിമാരും ഒരുമിച്ച് ഒരിക്കലും ഇരിക്കില്ല. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിപ്പോയി കേട്ടോ. എന്നാൽ തന്നെയും എന്താണ് പറയുന്നത്? സ്ത്രീ മുഖാന്തരമാണ് കൂടുതലും നാശങ്ങൾ എല്ലാ പുരുഷന്മാർക്കും ഉണ്ടായിരിക്കുന്നുള്ളത്. എത്രയോ ഋഷിമാര് പോലും അധംപതനത്തിലേക്ക് പോയിരിക്കുന്നത് സ്ത്രീകൾ മുഖാന്തരം. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ ഇത്രയും ഒരു സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത് സ്കൂളില്. പക്ഷെ എന്താ പറയുന്നത്, തീപ്പെട്ടിയും പടക്കവും പോലെയാണ് സ്ത്രീ പുരുഷന്മാരെന്നുള്ളത്. അതുകൊണ്ട് ഇസ്കോണിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ കൂടുതലും മിങ്കിളാവാൻ അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാറില്ല, ഉണ്ടാക്കത്തില്ല. ഉണ്ടായാൽ തന്നെ പോലും അങ്ങനെയുള്ള അവസരത്തിൽ കൂടുതലും മുഴുകാൻ ആരും ശ്രമിക്കില്ല. പ്രഭുജിമാരായാലും മാതാജിമാരായി കഴിഞ്ഞു കഴിഞ്ഞാലും. അങ്ങനെ ഇവിടെ അതേപോലെ തന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ ശിഷ്യൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ശിഷ്യനായിരുന്നു. ആ ശിഷ്യനാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു സ്ത്രീയെ ഒരു കാമാസക്തിയോടുകൂടി നോക്കി.
നോക്കിയ സമയം മഹാപ്രഭു അല്ലേ, മഹാപ്രഭുവിനെല്ലാം ആ ഉള്ളിൽ അന്തരാത്മിയല്ലേ, ഭഗവാനെ എല്ലാം അറിഞ്ഞൂടെ. ഉടനെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ട് ഉടനെ അവനെ വിളിച്ചില്ല. പക്ഷേ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ എൻ്റെ അടുത്തേക്ക് ഇനി വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായി. മഹാപ്രഭുവിന്റെ ആ ദേഷ്യം കണ്ടിട്ട് മനസ്സിലായി കഴിഞ്ഞു എന്തോ അതേപോലെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി, എല്ലാവർക്കും മനസ്സിലായി അന്നേരം. പക്ഷെ ഈ പാർട്ടിക്ക് ഈ ശിഷ്യനും മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയാതെയോ ഉണ്ടായിപ്പോയതാ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് പക്ഷെ മഹാപ്രഭു അവന്റെ ആ ഒരു ദർശനം പോലും എടുത്തില്ല എന്നുള്ളതാ. പിന്നെ അങ്ങനെ വർഷങ്ങൾ ഒരുപാട് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി ആ ശിഷ്യന്. പക്ഷെ ഒരുപാട് എന്തെല്ലാം ചെയ്തനക്ക് മഹാപ്രഭു പിന്നെ ആ സൈഡിലേ അവനെ അവതരിപ്പിച്ചില്ല. എന്നിട്ട് പിന്നെ എല്ലാവർക്കും മഹാപ്രഭു അവസാന സമയമാവുന്ന സമയത്തുണ്ടല്ലോ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു. അന്നേരം ഈ ശിഷ്യന് അനുഗ്രഹം കൊടുക്കുന്നു. അന്നേരം എല്ലാവരോടും നിർബന്ധിച്ചപ്പം പറഞ്ഞു, ഈ ജന്മം ഇനി അവൻ എന്നെ കാണില്ല, അടുത്ത ജന്മം അവൻ എന്നെ കാണാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതില് അവന് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ എന്നിട്ട് തുള്ളിച്ചാടും, ഈ ജന്മമോ എൻ്റെ ജന്മം പാഴായിപ്പോയി, പക്ഷേ അടുത്ത ജന്മം ഞാൻ എൻ്റെ മഹാപ്രഭുവിനെ മാത്രം സേവിച്ച് മഹാപ്രഭുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായി ഞാൻ മാറും, ഞാൻ അത് പ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അതേപോലെയുള്ള ഒരു ജീവൻ നയിച്ച് പിന്നെ എന്തൊക്കെയോ ആരൊക്കെ പറയുന്നിട്ടാണ് ജലത്തിലെ ജലസമാപ്തി എടുത്തുന്നു. അങ്ങനെ മീൻസ് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഇസ്കോൺ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥ. ആ സംസ്ഥയിലെ നമ്മൾ ഗുരുപരമ്പരയിൽ വരുന്ന ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞാല് സാധു ശാസ്ത്രം. എന്നിട്ട് എന്താണ് സാധു ശാസ്ത്രം, സാധുക്കളിൽ നിന്നിട്ട് നമുക്ക് എന്തെല്ലാം കിട്ടിയിരിക്കുന്നുണ്ടോ, ഒരുപാട് പൊൻമുത്തുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, വജ്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ പൊൻമുത്തുകളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിലേക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടെ ഹൃദയത്തിൽ അതിനെ സ്ഥാപിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്, പിന്നെ ഗുരുവിന്റെ ആ വാക്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതേപോലെ നമ്മൾ അനുസരിച്ച് വേണം നമ്മൾ പോകുന്നത്. നമുക്ക് ആത്മീയ ഗുരുവുണ്ട്, ശിക്ഷാഗുരുവുണ്ട്, ആത്മീയ ദീക്ഷാഗുരു. ആദ്യം നമുക്ക് ശിക്ഷാഗുരു വന്നിരിക്കുന്നത്. ആ ശിക്ഷാഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്താ ചെയ്യുന്നത്, നമ്മളെ ആത്മീയ പാതയിലേക്ക് അവർ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ ദീക്ഷാഗുരുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്, ശിക്ഷാഗുരുവാണ്. അത് ആ ശിക്ഷാഗുരുവിന് അതിൻ്റെതായിട്ടുള്ള കടമകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള ശുദ്ധത വേണം അവർക്ക്. ആ ശുദ്ധതയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥ ശിക്ഷാഗുരു ആവാൻ പറ്റത്തുള്ളൂ എന്നുള്ള. അങ്ങനെ ആ ശിക്ഷാഗുരുവിൽ നിന്നിട്ട് നമ്മൾ എല്ലാം പഠിച്ചെടുക്കണം. ഞാൻ പറഞ്ഞു, ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേദവിജ്ഞാനത്തിന്റെ ആത്മീയത നമ്മളില് എല്ലാവരിലും നിറയും. ആ ആത്മീയത നിറഞ്ഞു കഴിഞ്ഞാല് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നടക്കില്ല. പക്ഷേ ഒരു കാര്യം, നമ്മൾ അതിനെ ഒരിക്കലും ദുർവിനിയോഗം ചെയ്യാതെ സദ്വിനിയോഗം ചെയ്തുകൊണ്ട് ഭഗവാന്റെ ആ പാതയെ കൂടി നമ്മൾ മുന്നോട്ട് നടന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്കുണ്ടാവും. ഉണ്ടാവും എന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. നമുക്ക് ഗുരുവിന്റെ വാക്യങ്ങള്, സാധുവിന്റെ വാക്യങ്ങള് എന്താണ്, വേദവാക്യങ്ങൾ. ആ വേദവാക്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത്. ആ ഉള്ളിൽ നിറഞ്ഞ് നമ്മൾ എന്താവും, നമുക്ക് തന്നെ ഒരു സ്പിരിച്വൽ എനർജി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് എന്തോ ഒരു പ്രത്യേകത. നമുക്ക് ഒരു ആളെ ഭയമില്ല, നമ്മൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറഞ്ഞ് അവരെ കൊടുക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരാള് നമ്മുടെ ഒരു ഭായി ബഹൻ എന്തെങ്കിലും ആത്മീയമായിട്ടുള്ള ഭായിമാര് എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആ പാത പിന്തുടരുവാൻ നിന്റെ വിധിയത്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമുക്ക് 10 അപരാധങ്ങൾ തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ആ 10 അപരാധങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 10 അപരാധങ്ങൾ നമ്മൾ എന്നും ചൊല്ലുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഭക്തനെ ഭക്തനാക്കാൻ വേണ്ടിയിട്ട്, ഒരു അഭക്തരെ ഭക്തരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. 2-3 തവണ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ അവര് അത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ അവന്റെ വിധി അതായിരിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ ജന്മങ്ങളിലെ പുണ്യങ്ങളും പാവങ്ങളുമാണ്. ആ 7 ജന്മത്തെ പാവം ഒരു സഞ്ചിയിലാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആ സഞ്ചിയിൽ ഈ ജന്മത്തെയും കൂടെ നമ്മൾ നിറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സഞ്ചി പിന്നെ തുളുമ്പി പോയി പിന്നെ നമ്മൾ പോകുന്നത് എവിടെയായിരിക്കും,
താഴേക്കടയിലെ ജന്മങ്ങളിലേക്കായിരിക്കും. 84 ലക്ഷം ജോലികളിൽ കൂടി പറഞ്ഞ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയത്. ആ മനുഷ്യജന്മം എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ ഭഗവാന്റെ ആ ധാമിലേക്ക് നമുക്ക് തിരിച്ചു പോകാനെ കൊണ്ടായിരിക്കണം. നമ്മുടെ ഓരോ അവയവങ്ങളും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? തീർച്ചയായിട്ടും ആ ഭഗവാന്റെ ആ തിരുരൂപം കണ്ണെന്തിനായിരിക്കണം? ആ തിരുരൂപം കാണാൻ വേണ്ടിയിട്ട്. മൂക്കെന്തിനായിരിക്കണം? തുളസിക്രാണം ചെയ്യാൻ വേണ്ടിയിട്ട്. നാവ് എന്തിനായിരിക്കണം? ഭഗവാന്റെ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട്. പാദങ്ങൾ എന്തിനായിരിക്കണം? ഭഗവാന്റെ ധാമിലേക്ക്, ഭഗവാന്റെ അമ്പലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഭഗവാന്റെ സത്സംഗങ്ങൾ നടക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഓരോരോ അവയവങ്ങളും നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഭഗവത് സേവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കർമ്മികളാണ്. ആ കർമ്മം ഫലേച്ഛ കൂടാതെ ചെയ്യണം. ഞാൻ കർമ്മം ചെയ്യുന്നു ഭഗവാനെ, എനിക്ക് അറിയില്ല, എന്റെ കർമ്മഫലം എല്ലാം ഞാൻ അങ്ങേ തന്നിരിക്കുന്നു. നമുക്ക് പിന്നെ അതിനകത്തൊരു ടെൻഷന്റെ ആവശ്യമില്ല. എന്തേ? കർമ്മഫലം മൊത്തം ഭഗവാൻ ഏറ്റെടുത്തില്ലേ? പിന്നെ നമ്മളെ പിടിച്ചോണ്ട് കിടക്കുന്ന ആരാ? സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെയാണ്. അരം ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കോടി ജന്മം നൽകിയാലും നോമ്പു നോറ്റു ഞാനിരിക്കാൻ, ഏതു നാമം ജപിക്കേണ്ടു രാധിക തൻ ചിത്തച്ചോര. ആ രാധികയുടെ ചിത്തം ചോര ചെയ്ത ആ ചോരനോട് നമുക്ക് ഭഗവാനെ എത്ര ജന്മം വേണമെങ്കിലും എനിക്ക് തന്നോളൂ. എന്താണ് ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ന ധനം ന ജനം ന സുന്ദരീം കവിതാംബാ ജഗദീശകാമയെ മമ ജന്മനീശ്വരേ ഭവതാത് ഭക്തിരൈതുകീത്വയും. പറയുന്നത് എന്താണ്? ഭഗവാനെ എത്ര ജന്മം വേണമെങ്കിലും എനിക്ക് തന്നോളൂ, പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താ? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് സമയം കിട്ടുന്നില്ല. ഏതൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു സമയമില്ലാത്ത ഒരു പാടാ. അന്നേരം ആ ഒരു ആനന്ദത്തിലല്ലേ നമ്മൾ കരയുന്നത്. ആ ആനന്ദം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും അപരാധങ്ങളോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. കയേന വാചാ മനസേന്ദ്രിയർ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരിനാരായണ.